ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നോർമൽ ഫ്രൈഡ് റൈസൊക്കെ എല്ലാവരും തയ്യാറാക്കുന്നതാണ്. അപ്പോൾ അതിൽ നിന്നും ചെറിയൊരു ചേഞ്ച് ആക്കിയിട്ട് ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതാ നമ്മുടെ ഈ വെറൈറ്റി ഫ്രൈഡ് റൈസ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് തന്നെ വാഷ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്യാനായിട്ട് വെക്കുകയാണ്. ഇനി ഇതിലേക്കൊരു മസാല തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു തക്കാളി, അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് വലുപ്പമുള്ള ഇഞ്ചിയുടെ പീസ്, പിന്നെ ഒരു 8-10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 10 വറ്റൽമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ, ഉണക്കമുളക്. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു ചട്ടിയിലിട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കുക കേട്ടോ. ഇത് വേവിച്ചെടുത്തതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ അതാണ് കേട്ടോ നമ്മൾ ഈ ഫ്രൈഡ് റൈസിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇത് നന്നായി ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈഡ് റൈസ് തയ്യാറാക്കുകയാണ്. അപ്പോൾ ഒരു പാത്രം വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു വലിയ ഉള്ളി, അതുപോലെ തന്നെ അതിലേക്ക് ഒരു മാഗി ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് വഴറ്റി എടുക്കുക കേട്ടോ. അപ്പോൾ ഈ മാഗി ക്യൂബ് ഒന്ന് ഉടച്ചു കൊടുക്കണം, എങ്കിൽ പെട്ടെന്ന് മെൽറ്റായി കിട്ടും കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചക്കറികൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ബീൻസ്, ക്യാരറ്റ്, ക്യാപ്സിക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതുപോലെ നീളത്തിലാണ് അരിഞ്ഞു കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം നമ്മൾ റൈസ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് മാത്രം ഇട്ടിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് സ്ട്രെയിനറിലേക്ക് മാറ്റണം. എന്നിട്ട് ഇതിൻ്റെ കംപ്ലീറ്റ് വെള്ളമൊക്കെ പോയതിന് ശേഷമാണ് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പച്ചക്കറി മിക്സിലേക്ക് ഇതിട്ട് കൊടുത്ത് മിക്സാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ റൈസൊക്കെ ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചില്ലേ തക്കാളി, ഉണക്കമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ, അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് തന്നെ പേസ്റ്റാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത്. അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ്, 1 ടീസ്പൂൺ ചില്ലി സോസ്, അതുപോലെ തന്നെ 1 ടീസ്പൂൺ കെച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളായിട്ട് ഗരം മസാല മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫ്രൈ ചെയ്തിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു പിടി മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ആക്കുക. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസൊക്കെയുള്ള മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ റൈസ് മിക്സ് ആക്കുന്ന സമയത്ത് കുറേശ്ശെ റൈസ് ഇട്ട് കൊടുത്തിട്ട് വേണം കേട്ടോ ഇത് മിക്സ് ആക്കി എടുക്കാൻ. എങ്കിലേ ഈ മസാലയൊക്കെ നന്നായിട്ട് റൈസിൽ പിടിക്കുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കളർ തന്നെ ഒരു ചേഞ്ചാണ് കേട്ടോ. ലൈറ്റ് ഒരു ഓറഞ്ച് കളറാണ് നമുക്കിതിന് കിട്ടുക. സാധാരണ നമ്മൾ നോർമലി ഫ്രൈഡ് റൈസ് തയ്യാറാക്കുമ്പോൾ വൈറ്റ് കളറിലല്ലേ. അപ്പോൾ ഇതൊരു മന്തിയുടെ ഒരു കളറായിട്ടാണ് വരിക. പിന്നെ ഇതിലേക്ക് എക്സ്ട്രാ ഗ്രേവിയുടെ ഒന്നും ആവശ്യമില്ല. ഇതിങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വെറൈറ്റി ഫ്രൈഡ് റൈസ് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ, താങ്ക് യു.